ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മള് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മള് ഈക്വൽ ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട അതിലെ ഐസോസിലസ് ട്രയാങ്കിൾസും അതിന്റെ പ്രോപ്പർട്ടീസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ ആയിരുന്നോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട, അതായത് ഐസോസിലസ് ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഐസോസിലസ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് പറയണം. ഇപ്പോ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇപ്പോ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ എ ബിയും എ സിയും ഈക്വൽ ആണ്. അപ്പൊ ട്രയാങ്കിൾ എന്തൊരു ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും അപ്പൊ എന്താണ്? ഈക്വൽ. ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന ഈ ആംഗിൾസ് എല്ലായ്പ്പോഴും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. അതായത് ഐസോസിലസ് ട്രയാങ്കിളിലെ ഈക്വൽ ആംഗിൾസ് ഒരു കാരണവശാലും റൈറ്റ് ആംഗിളോ ഒബ്റ്റ്യൂസ് ആംഗിളോ ആവത്തില്ല. അതെന്തുകൊണ്ട്? ഇപ്പൊ ഇവിടെ റൈറ്റ് ആംഗിൾ ആയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അപ്പൊ ഇത് 90 ആണെങ്കിൽ ഇതും 90 വരും. അപ്പൊ 90 പ്ലസ് 90 എത്ര കിട്ടുന്നത്? 180. അപ്പൊ രണ്ട് ആംഗിളിന്റെ സമ്മ് തന്നെ ഓൾറെഡി 180 വന്നു. പിന്നെ മൂന്നാമത്തെ ആംഗിൾ ഉണ്ടോ? മൂന്നാമത്തെ ആംഗിൾ ഇല്ലെങ്കിൽ പിന്നെ ട്രയാംഗിൾ ഉണ്ടോ? അപ്പൊ 90 വരത്തില്ല എന്തായാലും. ഇനി 90 കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? 90 കൂടുതലാണെങ്കിൽ 90 ആയപ്പോൾ തന്നെ സം 180. അപ്പൊ 90 കൂടുതലാണെങ്കിൽ സം എന്ത് ചെയ്യും? 180 കൂടും. എപ്പോഴെങ്കിലും ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ സം 180 കൂടുവോ? ഇല്ല, എപ്പോഴും 180 അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇത് 100 ഡിഗ്രി ആണ് എടുക്കുകയാണെങ്കിൽ ഇതും 100 തന്നെ ആയിരിക്കും. രണ്ടൂടെ 200 ഡിഗ്രി. ടു ആംഗിൾസിന്റെ സം തന്നെ 200 വരും. അത് പോസിബിൾ ആണോ? ആകത്തില്ല. ട്രയാംഗിളിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഇത് പോസിബിൾ ആകത്തില്ല. അപ്പോ ഐസോസിലസ് ട്രയാംഗിൾസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യം, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആംഗിൾസ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നീട് ചിലപ്പോ നമുക്ക് ഈ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഈ ഈക്വൽ ആംഗിൾസും അതുപോലെ അൺഈക്വൽ ആയിട്ടൊരു ആംഗിളും ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഞാനിപ്പോ ഈ ആംഗിൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഞാൻ ഒരു ഓൾജിബ്ര വെച്ച് പറയാണ്, നിങ്ങൾ ഓൾജിബ്ര പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഓൾജിബ്ര വെച്ചെന്ന് പറയാണ്. ഇത് ഈ ആംഗിളിനെ ഞാൻ വൈ എന്ന് ചൂസ് ചെയ്തു. ഇത് എന്തുകൊണ്ട് ഇത് എക്സ് എടുത്തപ്പോ ഇത് എക്സ് എടുത്തത്? കാര്യം ഈക്വൽ ആംഗിൾസാ. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഓക്കെ ആണോ? ഇതിൽ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്രയാ? 2x പ്ലസ് വൈ എന്ന് പറയുന്നത് 180. നിങ്ങൾ ചെറിയ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2x ഈക്വൽ ടു എങ്ങനെ എഴുതും? 180. ഈ പ്ലസ് വൈ ഇപ്പുറത്ത് തരുമ്പോ എന്തോ? മൈനസ് വൈ. ഓക്കെ ആണോ? അതിൽ എക്സ് ഈക്വൽ ടു ഇൻറ്റു 2 ഇപ്പുറത്ത് തരുമ്പോ എന്തോ? ഡിവിഷൻ. 180 മൈനസ് വൈ ബൈ 2. ഇനി അല്ല നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഓർത്തോളുക? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഈക്വൽ ആംഗിൾ അല്ലേ? അതായത് ഇതിൽ വൈ എന്ന് പറയുന്നത് എന്ത് വരുന്നത്? അൺഈക്വൽ ആംഗിൾ അല്ലയോ? ഒരു ട്രയാംഗിൾ തന്നിട്ട് അതില് ഒരു അൺഈക്വൽ ആംഗിൾ തരികയാണ്. ഐസോസിലസ് ട്രയാംഗിളിനകത്ത് ഈക്വൽ അല്ലാത്ത ഒരു ആംഗിൾ ആണ് തരുന്നത്. അല്ലെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ, അതായിരിക്കുമല്ലോ ഈക്വൽ അല്ലാത്ത ആംഗിൾ. അതാണ് തരുന്നതെങ്കിൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180യിൽ നിന്ന് ആ ആംഗിൾ സബ്ട്രാക്ട് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എളുപ്പവഴിയാണ് പറയുന്നത്. ഉദാഹരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആംഗിൾ ഒരു 50 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. 50 വേണ്ട, ഒരു 40 ഡിഗ്രി. ഇതൊരു 40 ഡിഗ്രി. അപ്പോ ഈ രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ. അപ്പൊ ഇത് ഈക്വൽ ആയിരിക്കത്തില്ലേ? എങ്കിൽ ഇവിടുത്തെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 180 മൈനസ് 40 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്നും ആ ഈക്വൽ അല്ലാത്ത ആംഗിൾ സബ്ട്രാക്ട് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 180 മൈനസ് 40 140 ആണ്. 140 ബൈ 2 എന്ന് പറയുമ്പോൾ 70 ഡിഗ്രി കിട്ടും. കറക്റ്റ് ആണോ? അപ്പൊ ഇതും 70 ഇതും 70. എടുത്ത് നിങ്ങൾ നോക്കിയാൽ 70 പ്ലസ് 70 140, 140 പ്ലസ് 40 എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഈക്വൽ അല്ലാത്ത ആംഗിൾസ് തന്നിട്ട് ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 180യിൽ നിന്ന് ആ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് തന്നാൽ പിന്നെ അടുത്ത ഇക്വേഷൻ ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. തിരിച്ചിപ്പോ ഒരു ഐസോസിലസ് ട്രയാംഗിളിനകത്ത് ഇപ്പോ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇതിനകത്ത് ഒരു ആംഗിൾ ഇങ്ങ് തരുന്നു. ഇപ്പൊ ഇതൊരു 50 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. ഇത് 50 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇത് 50 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 50 ഡിഗ്രി. പിന്നെ ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? ടോട്ടൽ സം 180 ആണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180. അപ്പൊ
ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180യിൽ നിന്നും ഇത് രണ്ടിന്റെയും കൂടെ സമ്മ് കുറച്ചാൽ മതി. 50 പ്ലസ് 50 എന്ന് വെച്ചുകഴിഞ്ഞാൽ 180 മൈനസ് 100 ഈക്വൽ ടു എത്ര കിട്ടും? 80 ഡിഗ്രി അല്ലെ? ഇപ്പൊ 50 50 80 ആവുമ്പോൾ 180 ഡിഗ്രി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തരുന്ന അൺഈക്വൽ ആംഗിൾസ് 180 കുറച്ചിട്ട് പകുതി എടുക്കുക. ഇനി അല്ല അൺഈക്വൽ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ രണ്ട് ഈക്വൽ ആംഗിൾസ് കൂടെ കൂട്ടിയിട്ട് 180 കുറയ്ക്കും. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരുന്നാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടുതൽ സ്റ്റെപ്പുകൾക്ക് വേണ്ടി കുറെ ഓടേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 26 അല്ലെ? 26ലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വലിയ സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫിഗർ നോക്കി തന്നെ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ആ സെക്ഷനിൽ കിടക്കുന്നത്. ഞാൻ ഇപ്പൊ റഫായിട്ട് ഫിഗർ വരയ്ക്കുന്നുള്ളൂ. Some isosceles triangles are drawn below. In each one angle is given. Find the other angles. അതൊരു ചെറിയ പ്രശ്നം. ഏത് സൈഡ്സ് ആ ഈക്വലും തന്നിട്ടില്ല. പിന്നെ നമ്മൾ ഫിഗർ നോക്കി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സാധാരണ അങ്ങനെയല്ല. കൊടുക്കുമ്പോൾ സൈഡ്സ് ഈക്വൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കേണ്ടതാണ്. ഫിഗർ നോക്കി നമ്മൾ അസംഷൻ ഒന്നും സാധാരണ മാത്തമാറ്റിക്സ് നമ്മൾ അങ്ങനെ നടത്താറില്ല. ഓക്കെ, എങ്കിലും ഇവിടെ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ പോകുന്നു. ഫസ്റ്റ് ട്രയാങ്കിൾ ഏറെക്കുറെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രി. ഇത് കാണുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ എന്ന് മനസ്സിലാവും. ഓക്കെ, സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എഴുതി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ ഓക്കെ, ഇതിപ്പോ ഫിഗറിൽ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇത് രണ്ടും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇതും 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ പിടിക്കുന്നത്? 180 മൈനസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 180 കുറച്ചാൽ പോരെ? 30 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 60 ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്രയും ചെയ്യേണ്ട കാര്യമില്ലാത്ത വേറെ ഒന്നുമില്ല. ഇനി ഇല്ല, നിങ്ങൾ ഇത് സ്റ്റെപ്പ് എഴുതിയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോ എ ബി സി എന്ന ആംഗിൾസ് ചൂസ് ചെയ്യുന്നു. അതിൽ ആംഗിൾ ബി എത്രയാണ്? 30 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി ആണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി. പിന്നെ റീസൺ കാണിക്കാൻ എന്താ? സിൻസ് എന്തുകൊണ്ടെന്നാൽ എ ബി ഈക്വൽ ടു എ സി. എ ബിയും എ സിയും ഈക്വൽ ആയതുകൊണ്ട് ഏതാ? സിയും ബിയും ഈക്വൽ ആണ്. അതിൽ ബി 30 ആയതുകൊണ്ട് സിയും എത്രയാണ്? 30 ഡിഗ്രി. ഇനി അടുത്ത എന്തുവാ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. കാര്യം ഈ ട്രയാംഗിൾ 3 ആംഗിളിന്റെയും കൂടെ സമം. ആംഗിൾ എ നമുക്ക് അറിയത്തില്ല. ഇവിടെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് 30, സി എന്ന് പറയുന്നത് 30 ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് 30 എത്രയാ? 60 അല്ലേ? ഈക്വൽ ടു 180 ഡിഗ്രി. നിന്ന് ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 60 ഈക്വൽ ടു 120 ഡിഗ്രി. 180 മൈനസ് 60 ഈക്വൽ ടു 120. ഇത് തന്നെ നമ്മൾ ആദ്യം ചെയ്തത്. ഫിഗറിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ഓക്കെ ആണോ? നമുക്ക് ഈ സെക്ഷനിൽ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഒന്നെങ്കിൽ ഈക്വൽ ആംഗിൾ വരും, ഇല്ലെങ്കിൽ അൺഈക്വൽ ആംഗിൾ വരും. ഓക്കെ, അൺഈക്വൽ ആംഗിളിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അപ്പൊ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു ഈക്വൽ ആംഗിൾ വരും, ഇല്ലെങ്കിൽ ഒരു അൺഈക്വൽ ആംഗിൾ, അതായത് ഈക്വൽ സൈഡ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ആംഗിൾസ് ആയിരിക്കും ഈക്വൽ. നമുക്ക് അറിയത്തില്ല. അപ്പൊ എ ബി സി. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 40. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയായിരുന്നു കേട്ടോ. ബൈ 2. ദാറ്റ് ഈസ് 180 മൈനസ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ആണ്. 140 ബൈ 2 ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് എത്ര കിട്ടും? 70 വീതം കിട്ടും. ഓക്കെ ആണോ? ഇത് ഡയറക്റ്റ് നമ്മൾ വേറെ സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ, ഇനി എല്ലാ സ്റ്റെപ്പ് എഴുതി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഓൾജിബ്രയും കൂടെ ഒക്കെ യൂസ് ചെയ്ത് ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? എ ബി ഈക്വൽ ടു എ സി ആണ്. അതുകൊണ്ട് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ഒന്നുകൂടെ ചുരുക്കാം. ഞാൻ എടുക്കുന്നത് ഈ രണ്ട് ആംഗിൾ ഈക്വൽ നമുക്കറിയാം. കാര്യം എന്താ? എ ബി എ സി ഈക്വൽ ആയതുകൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ എടുക്കുന്നു ലെറ്റ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇവിടെ എന്റെ റീസൺ ആയിട്ട് എന്ത് എഴുതാം? എ ബി ഈക്വൽ ടു
എ ബി എ സി ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അത് ഞാൻ എക്സ് എന്ന് എടുത്തു, എനിക്ക് അറിയത്തില്ല എത്രയാണ്. ഓക്കെ, ഇനി ഈ മൂന്ന് ആംഗിളോട് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 180 അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് സി ഈക്വൽ ടു 180 ഡിഗ്രി. എ 40 ഡിഗ്രി ആണ്, ഇത് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. 40 പ്ലസ് എക്സ് 2x ആണ്, ഈക്വൽ ടു 180 ഡിഗ്രി. 2x എന്ന് പറയുന്നത് പ്ലസ് 40 അപ്പുറത്ത് പോകുമ്പോൾ എന്തോ -40 ആവും. 180 മൈനസ് 40 ഈക്വൽ ടു എത്രയാ? 140. ഇപ്പൊ 2x ആണ്, 2 into x ആണ് 140. x is equal to 140 divided by 2 equal to 70 ഡിഗ്രി. x 70 എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? b യും c യും 70 ഡിഗ്രി. therefore angle b equal to angle c equal to 70 ഡിഗ്രി. ഇത്രയൊന്നും ആവശ്യമില്ല, നിങ്ങൾ ഡയറക്റ്റ് ഫിഗർ ചെയ്ത് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നത്. അതിനകത്ത് ഒരിടത്ത് ഇതുപോലെ ഈക്വൽ അല്ലാത്ത, അടുത്ത രണ്ട് കേസിലും ഈക്വൽ അല്ലാത്ത ആംഗിൾസ് ആണെന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫോർമാറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ഈക്വൽ അല്ലാത്ത ആംഗിള് 180 കുറച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി ഈക്വൽ ആയിട്ടുള്ള. ഇപ്പൊ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? 180 മൈനസ് അൺഈക്വൽ ആംഗിൾസ് ഡിവൈഡ് ബൈ 2. ഓക്കെ ആണ്, നമുക്ക് എളുപ്പം ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 90 ഡിഗ്രി. വാട്ട് ആർ ദി അതർ ടു ആംഗിൾസ്? ഞാൻ പറഞ്ഞു വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 90 ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു ആംഗിള് 90 ഡിഗ്രി. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഈക്വൽ ആംഗിൾസ് ആവുമോ? ആകത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആംഗിൾസ് ആകണമെങ്കിൽ അത് എന്തായിരിക്കണം? ലെസ് ദാൻ 90 ഡിഗ്രി, അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. ന്യൂനകോണാണെങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ? ഈക്വൽ ആംഗിൾസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോ അവർ പറയുമല്ലോ, അവർ ഈക്വൽ ആംഗിൾ ആണോ അൺഈക്വൽ ആംഗിൾ ആയിട്ടാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ട്രയാംഗിളിന്, ഒരു ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഏത് ആംഗിൾ ആയിരിക്കും? ഈക്വൽ അല്ലാത്ത ആംഗിൾ ആയിരിക്കും. അപ്പൊ ഇത് 90 ഡിഗ്രി. ഓക്കെ ആണോ? 90 ഡിഗ്രി ഒന്നുകിൽ ഇങ്ങിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്ത് സ്ക്വയർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എ ബി ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ രണ്ട് ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈക്വൽ അല്ലാത്ത ആംഗിൾ വരികയാണെങ്കിൽ എന്തെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 180 നിന്ന് ആംഗിൾ കുറച്ചിട്ട് പകുതി എടുത്താൽ മതി. അപ്പൊ എന്തെഴുതാം? എ ബിയും എ സിയും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 90 ബൈ 2. ദാറ്റ് ഈസ് 180 മൈനസ് 90 എന്ന് പറയുമ്പോൾ 90 ആണ്. 90 ബൈ 2 ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ഈച്ച്. ആംഗിൾ ബിയും ആംഗിൾ സിയും എത്ര വീതം വരും? 45 ഡിഗ്രി വീതം വരും. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ഈക്വൽ അല്ലാത്ത ആംഗിൾസ് ആണോ തരുന്നത്? 180 നിന്ന് അത് ഐസോസെലസ് ട്രയാംഗിളിലെ കേസ് ആണേ. അത് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ പകുതി എടുക്കുക. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത്. അടുത്ത ഇത് തന്നെ, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 60 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ. അപ്പൊ രണ്ട് പോസിബിൾ കേസ് ഉണ്ട്. ഒന്നുകിൽ അത് ഈക്വൽ ആംഗിളിന്റെ കൂട്ടത്തിൽ വരാം, ഇല്ലെങ്കിൽ അൺഈക്വൽ ആംഗിളിന്റെ കൂട്ടത്തിൽ വരാം. അപ്പൊ നോക്കിയേ, ഞാൻ ആദ്യം ഇപ്പൊ കണ്ടുപിടിച്ച അതേ രീതി, ഈക്വൽ അല്ലാത്ത ഈ രണ്ട് സൈഡ്സ് ഈക്വൽ, ഇത് 60 ഡിഗ്രി. അപ്പോ ഇപ്പൊ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിനകത്ത് ആംഗിൾ എ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് 60 എടുത്തത്. എ ബിയും എ സിയും ആണ് ഈക്വൽ. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണല്ലോ. കാര്യം ഐസോസെലസ് ആണെങ്കിൽ ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എങ്ങനെ എഴുതാം? 180 മൈനസ് 60 ബൈ 2 ഈക്വൽ ടു 120 ബൈ 2 ഈക്വൽ ടു 60 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതും 60 ഇതും 60. ഓക്കെ ആണല്ലോ. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് ഒരു പോസിബിലിറ്റി. ഓക്കെ, വേറെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. നമുക്ക് ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ 60 വന്നതുകൊണ്ട് നമുക്കൊരു ആൻസർ എളുപ്പമാണ്. ഐസോസെലസ് ട്രയാംഗിൾ ഞാനിപ്പോൾ എ ബി സി എടുത്തു. ആംഗിള് ഇതായിരുന്നു 60 എന്നിരിക്കുക. അതായത് അവർ ഏത് ആംഗിൾ ആണ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഈ ആംഗിൾ ബി ആണ് 60 എന്നിരിക്കട്ടെ. അപ്പോ ആംഗിൾ ബി 60 ആണ്. അപ്പൊ ആംഗിൾ സിയും അപ്പൊ എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബിയും ആംഗിൾ സിയും 60 ഡിഗ്രിയാണ്. ഇത് രണ്ടും 60 ആണെങ്കിൽ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാലോ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 60. ദാറ്റ് ഈസ് 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോ അങ്ങനെ നോക്കുമ്പോഴും ഇത് 60 കിട്ടി, ഇവിടെയും 60 കിട്ടി. ഈ രണ്ട് കേസ് എടുത്താലും മൂന്ന് ആംഗിൾ എത്ര വീതം കിട്ടും? 60 കിട്ടും. പക്ഷെ ഈ 60ക്ക് പകരം 50 ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ആൻസർ ആയിരിക്കത്തില്ല ഇവിടെ കിട്ടുന്നത്. രണ്ടും വ്യത്യാസം വരും. അപ്പോ അവർ ഈ ക്വസ്റ്റ്യൻ
എക്സാക്ട്ലി വൺ ആംഗിൾ ഓഫ് അൻ ഐസോസെലസ് ട്രയാംഗിൾ അല്ലെങ്കിൽ ഓൺലി വൺ ആംഗിൾ ഓഫ് അൻ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് മാത്രം പറഞ്ഞിരുന്ന 60ക്ക് പകരം മറ്റേതെങ്കിലും ഒരു വാല്യൂ ആയിരുന്നു തന്നിരുന്നെങ്കിൽ അത് നമ്മൾ അൺഈക്വൽ ആംഗിൾ ആയിട്ട് എടുക്കണം. ഓക്കെ, വൺ ആംഗിൾ എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ആംഗിളിന്റെ കൂട്ടത്തിലും വരാം, അൺഈക്വൽ ആംഗിൾ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 60ക്ക് പകരം അവർ തന്നിരുന്ന ആംഗിൾ ഇപ്പൊ 50 ആയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യനില് 180 മൈനസ് 50/2 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 50 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 130 ആണ്. 130/2 എന്ന് വെച്ചാൽ 65. അപ്പൊ 60 സോറി ഇത് 50, ഇത് 65 എന്ന് വരും. അതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 50 കൊടുത്താൽ ഇത് 50, ഇത് 50, അപ്പൊ 100, ഇത് 80. അപ്പൊ 50, 50, 80 എന്ന് വരും. ഇവിടെ ആണെങ്കിലോ 50, 65, 65 രണ്ടിടത്ത് രണ്ട് ആംഗിൾസ് വരും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ രണ്ട് പോസിബിൾ കേസുകൾ വരും, രണ്ട് ടൈപ്പ് ഉത്തരങ്ങളും വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻ കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താം. പക്ഷെ ഈ കേസിലാണെങ്കിൽ 60 വന്നതുകൊണ്ട് അത് ഈക്വൽ ആംഗിൾസിന്റെ ആയാലും അൺഈക്വൽ ആംഗിൾസ് ആണെങ്കിലും ഒരേ ആൻസർ ആണ്. മൂന്ന് ആംഗിളും എന്തായിരിക്കും? 60. ഒരു ട്രയാംഗിളിലെ മൂന്ന് ആംഗിൾസും 60 ആണെങ്കിൽ അത് എന്തൊരു ട്രയാംഗിൾ ആണെന്ന് അറിയാമോ? അത് ഈക്വൽ ആയിട്ടുള്ള, അതായത് മൂന്ന് സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾസ് ആണ്. ഓക്കെ ആണല്ലോ? അതും നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളതായിരുന്നു. അത്ര ഒത്തോളം ഒരു ട്രയാംഗിൾ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ആണ്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഫിഗേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ നിൽക്കുന്നില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സർക്കിൾ ആണ്, ഒരു സർക്കിൾ, അതിന്റെ സെന്റർ വന്നിരിക്കുന്നു. അപ്പോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ആംഗിൾസിന് ഇത്രയും ഇതില്ല. ഈ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഒ എ ഇത്ര പറഞ്ഞിട്ടുണ്ട്. അത് ഐസോസെലസ് ട്രയാംഗിൾ എന്നോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കമ്പ്യൂട്ട് ആംഗിൾ എ, ആംഗിൾ ബി, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാ? ഇൻ ട്രയാംഗിൾ എ ഒ ബി ആംഗിൾ ഒ ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെ? ആംഗിൾ ഒ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഈക്വൽ ടു എന്നൊക്കെ എഴുതി പോകണമെങ്കിൽ ഇത് ഐസോസെലസ് ട്രയാംഗിൾ ആവണ്ടേ? ഇത് ഐസോസെലസ് ആണോ ഇല്ലയോ എന്ന് ആര് പറഞ്ഞു? നമുക്ക് തെളിയിക്കാം. എങ്ങനെയാ? ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. എന്തുകൊണ്ടാ ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് പറയുന്നത്? ഒ എയും ഒ ബിയും ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ? ഒരേ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഒരു സർക്കിൾ ആകെ എത്ര റേഡിയസ് ഉണ്ട്? ഒറ്റ റേഡിയസേ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ടുള്ള ലെങ്തും ഇങ്ങോട്ടുള്ള ലെങ്തും സെയിം ആണ്. അപ്പൊ റീസൺ എഴുതി കാണിക്കണം. എന്താണ്? റേഡിയ. റേഡിയ വെച്ച് കഴിഞ്ഞാൽ റേഡിയസിന്റെ പ്ലൂറൽ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത് രണ്ടും ഈക്വൽ ആയി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore triangle AOB is an isosceles triangle അല്ലെ? AOB is an isosceles triangle. അതുകൊണ്ട് അതിലെ അൺഈക്വൽ ആംഗിൾ അല്ലേ നമുക്ക് കിട്ടിയത്? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ബാക്കി കണ്ടുപിടിക്കുക. therefore ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അൺഈക്വൽ ആംഗിൾ എന്നാൽ ഈക്വൽ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 180 minus 60/2 is equal to 120/2 equal to 60 degree each അല്ലെ? അപ്പൊ രണ്ടും 60. മൂന്ന് ആംഗിൾസും ഒരു ഐസോസെലസ് ട്രയാംഗിളിലെ ഒരു ആംഗിൾ 60 എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളുക. അതെന്തായിരിക്കും? എല്ലാ ആംഗിൾസും 60 ആയിരിക്കും. അതായത് അത് ഈക്വൽ ടു ട്രയാംഗിൾ ആയിരിക്കും. അത് എവിടുത്തെ ഐസോസെലസ് ട്രയാംഗിൾ എന്നും പറയുന്നു, ഒരു ആംഗിൾ 60 എന്നും പറഞ്ഞാൽ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇത് ഫോർത്ത് ക്വസ്റ്റൻ ആയിരുന്നു നമ്മളിപ്പോ ചെയ്തത്. ഇനി ഫിഫ്ത് ക്വസ്റ്റിലേക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ഉള്ളു ഈ സെക്ഷനിൽ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതും ഇതേപോലെ ഒരു സർക്കിളിനകത്തുനിന്നുള്ള ഫിഗർ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ വന്നിരിക്കുന്നത്. അതില് അവര് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഈ ആംഗിൾ 120 ഡിഗ്രി, ഇതും 120 ഡിഗ്രി. അപ്പോ എന്തെങ്കിലും പഠിക്കണം? O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? അപ്പോ ഇത് O എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് A, B,
ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് അറിയാമോ, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? അത് 360 ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 120, അതായത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 360 ഡിഗ്രി ആണോ? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളൂടെ ചേരുമ്പോൾ 360 കിട്ടും. അതിൽ എ ഒ ബി 120 ഡിഗ്രിയാണ്, ഇതും 120 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 360 ഡിഗ്രി. 120 പ്ലസ് 120 എന്ന് പറയുമ്പോൾ 240 അല്ലേ? 240 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ സി 360 ആണ്. അതിൽ നിന്ന് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 360 മൈനസ് 240 ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് ഇതും കിട്ടും. ഇതും അപ്പൊ എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇനി നോക്കിയേ, നമുക്ക് ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് ആദ്യം ചെയ്യാം, എന്നിട്ട് അത് ഉപയോഗിച്ച് ബാക്കി എല്ലാം ചെയ്താൽ മതി. ഞാൻ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ സ്റ്റെപ്പ് എഴുതുമ്പോ കൺസിഡർ ഇൻ ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് ഒ എ ഈക്വൽ ടു, അത് ഒരു ആംഗിൾ തന്നിട്ടുണ്ടല്ലോ, ആംഗിൾ എ ഒ ബി അല്ലെ? ആംഗിൾ എ ഒ ബി എത്രയാ? 120 ഡിഗ്രി. ആംഗിൾ എ ഒ ബി എത്രയാ? 120 ഡിഗ്രി. അതിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് എ ഒ ബി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ആണ്, അതിൽ ഈ ആംഗിൾ 120 ഡിഗ്രി. അതിൽ ഒ എ ഈക്വൽ ടു ഒ ബി അല്ലേ? റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞതാ, റേഡിയസ് അല്ലേ? ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആവണ്ടേ? അൺഈക്വൽ ആംഗിൾ ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. ഈക്വൽ ആംഗിൾ എങ്ങനെ പിടിക്കുന്നത്? 180 മൈനസ് 120 ബൈ 2 ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ആംഗിൾ ഒ എ ബി, therefore ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. രണ്ടും ഈക്വൽ ആയിരിക്കും. എത്ര വീതമായിരിക്കും? 180 മൈനസ് 120 ബൈ 2 പറഞ്ഞാൽ 60 ബൈ 2 ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ ഇതെത്രയാ? ഇത് 30, ഇതും 30. ഇതേപോലെ ബാക്കി ഈ മൂന്നെടുത്തും കണ്ടുപിടിക്കാം. നമുക്ക് ഇതേ സ്റ്റെപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി അഥവാ ചെയ്യുവാണെങ്കിൽ വേണമെങ്കിൽ ചെയ്തേക്കാം, നമുക്ക് എല്ലാം ചെയ്തേക്കാം. എന്തായാലും സ്റ്റെപ്പ് എഴുതി പോലെ ആംഗിൾ ഇൻ ട്രയാംഗിൾ എ ഒ സി, ഇല്ലെങ്കിൽ നമുക്ക് സിമിലർലി എന്ന് എഴുതിയിട്ട് ബാക്കി നമുക്ക് ഈ ആംഗിൾസ് ഇതും 30 കിട്ടും, ഇതും 30 കിട്ടും. പോട്ടെ. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത ട്രയാംഗിൾ ഇൻ ട്രയാംഗിൾ എ ഒ സി അല്ലെ? എ ഒ സിക്കകത്ത് ആംഗിൾ എ ഒ സി എത്രയാ? 120 ഡിഗ്രി. സ്റ്റെപ്പ് എന്തോ? ഒ എയും ഒ സിയും ഈക്വൽ ആണ്. ഇതേ സ്റ്റെപ്പുകളാ. ഒ എ ഈക്വൽ ടു ഒ സി, റീസൺ റേഡിയസുകളാണ്. അപ്പൊ അതിനകത്തെ ബാക്കി രണ്ട് ആംഗിൾസ് ഏതാ? therefore ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ ഈക്വൽ ടു എത്രയാ? 180 മൈനസ് 120 ബൈ 2. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 30 ഡിഗ്രി വീതം. അപ്പം ഇവിടെയും കിട്ടും, ഇതും കിട്ടും 30 ഡിഗ്രി, അടുത്തതും 30 ഡിഗ്രി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ട്രയാംഗിൾ ബി ഒ സി ഇതുപോലെ ചെയ്യാം. എന്താ ഞാൻ അത് ചെയ്യുന്നില്ല, പകരം സിമിലർലി നമുക്ക് സിംബോളിക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്. സിമിലർലി ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 60 അല്ലോ 30 അല്ലെ? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇതും 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആ വലിയ ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതും, ഇൻ ട്രയാംഗിൾ എ ബി സി ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി അല്ലെങ്കിൽ ആംഗിൾ എ എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. എ ബി സി എന്ന് പറഞ്ഞ വലിയ ട്രയാംഗിൾ ആയതുകൊണ്ട് ആ രീതിയിൽ ആംഗിൾ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എടുത്തെഴുതാം ബി എസ് സി. ബി എസ് സി എന്ന് പറയുന്ന ആംഗിൾ നോക്കിയേ, ഇതും കൂടെ ചേരുന്നതല്ലേ ബി എസ് സി എന്ന് പറഞ്ഞ വലിയ ആംഗിൾ. എങ്ങനെ എഴുതാം? 30 പ്ലസ് 30 അല്ലെ? 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 60 ഡിഗ്രി. അതുപോലെ ആംഗിൾ എ ബി സി ആണെങ്കിലോ, എ ബി സി ഈ ആംഗിൾ അതും 30 പ്ലസ് 30 അല്ലയോ? 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എത്രയാ? 60 ഡിഗ്രി. അതുപോലെ ആംഗിൾ എ സി ബി ആണെങ്കിലോ, അതും എങ്ങനെയാ? 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളെ മൂന്ന് ആംഗിൾസും എത്ര ഡിഗ്രി വീതം വരും?
60 ഡിഗ്രി വീതം. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഈ സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. അടുത്ത നമുക്ക് ഇതിന് ശേഷം ഇനി പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം വളരെ എളുപ്പമുള്ള സെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിന് തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.